ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകട്ടെ കേട്ടോ. ക്രിസ്തു യേശുവിനെ പഠിപ്പിക്കുക മക്കളെ. അപ്പം മക്കളെ എന്ത് പറഞ്ഞാലും ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകും കേട്ടോ. അതൊരു ഭയങ്കര യേശുവിനെ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മളാ ഭയങ്കര ജീവിതത്തിൽ വ്യത്യാസം വരും. അപ്പം ഇത് കഴിഞ്ഞ് ഞാനൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അതല്ല മെയിൻ ലോകത്തിൻ്റെ പുറകെ ഓട്ടം. നമുക്കിതൊക്കെ അറിയാഞ്ഞിട്ടും അതാണ് നമ്മളെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എന്നാ മഹാഭാഗ്യം അല്ലേ. ആത്മീയമായിട്ട് വളർന്ന മനുഷ്യർ അവർ ലോകത്തിനെയൊക്കെ ചവർന്ന് എണ്ണണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഞാൻ ഓർക്കും, അവരെന്ത് മഹാ അത്ഭുതം അല്ലേ. ഞാനൊക്കെ ഈ ലോകത്തിൻ്റെ പുറകെ ഇങ്ങനെയൊക്കെ ഓടുമ്പേ ഈ ലോകത്തിൻ്റെ ഒന്നും അല്ല, ലോകം ചവർന്നൊക്കെ എണ്ണുക. ഞാനിങ്ങനെ വണ്ടറടിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. നമ്മളങ്ങനെ ആത്മാവിൽ വളരുക. യേശു ബൈബിളിൽ പറഞ്ഞേക്കണം, മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ. പലയിടത്തും മരിച്ചവർ എന്നാണ് പറയണേ, ആത്മാവിൽ വളരാത്തവരെല്ലാം മരിച്ചവർ എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം ആത്മീയമായിട്ടൂടെ വളരണം. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ 100 പേരെടുത്ത ഒരാൾക്കുണ്ടാകുന്ന സംഭവം. എനിക്ക് തോന്നുന്നത് 1000 പേരിൽ ഒരാൾക്കായിരിക്കും ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കീഴ്പ്പെട്ട് ആ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞത് അത് ഭയങ്കര അനുഗ്രഹം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദൈവം അതിനുവേണ്ടി നമ്മളെല്ലാം വിളിച്ചേക്കണം. നമ്മളെല്ലാം ആത്മീയ വളർച്ചയായിട്ട് വരേണ്ടവരാണ്. ഞാനൊക്കെ ആണെങ്കിൽ എല്ലാം ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ലോകപ്രകാരമുള്ള ടെൻഷനും ബഹളവും ഇങ്ങനെ അതങ്ങനെ ഒരു മാനസിക ഇതായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പിന്നെയും ടെൻഷനൊക്കെ ഉണ്ടാകണം. പ്രാർത്ഥനയും വന്നിട്ട് ദൈവത്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ വചനത്തിനെയും വിശ്വസിക്കാനുള്ള ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത് പോരാ, പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എല്ലാവരോടും ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. നമ്മളിൽ ഇങ്ങനെ വന്നെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. ദൈവം എനിക്ക് നല്ലതേ ചെയ്യൂ, എനിക്ക് നന്മയല്ലാണ്ട് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ച് ഞാൻ ഭാരപ്പെടേണ്ട എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാത്തുകൊള്ളൂ എന്നുള്ള വചനം ഞാൻ കൂടെ പറയും. അത് പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു ഭയങ്കര അത്ഭുതം നടക്കും. അപ്പോൾ ഇവിടെ ഒരു വചനം പറയുകയാണ്, ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നേട്ടം മിഖായേൽ 6:8 ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴായ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്ന് ആ താഴായ്മ, നമ്മുടെ അങ്ങനെ ആ പോണ പോക്ക് കണ്ടാലല്ലേ എന്തോരം നേരത്തേക്ക് നമ്മളുണ്ടെന്ന് ദൈവത്തിന് അറിയാവുള്ളൂ. ലിസ്റ്റൊക്കെ എപ്പം ചെല്ലണം, എപ്പം എന്തോരം സമയത്തേക്കെ വിട്ടേക്കണേ. നമ്മുടെ അറപ്പ് കണ്ടാലല്ലേ. സർവശക്തം ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് നിങ്ങളെ എന്നെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ആ സൗമ്യതയും താഴായ്മയും ഒക്കെ, കാരണം എല്ലാം ദൈവം തരുക. ഞാൻ എന്നുള്ള ഈ നെടുപ്പൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ചിരി വരുമായിരിക്കും, എവിടെയൊക്കെ കാര്യം പറഞ്ഞാലെന്ന് ഓർത്തല്ലേ. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ പ്രമാണിച്ച് ആ ദൈവം ആഗ്രഹിക്കണ പോലെ ആ യേശുവിനെ പോലെ ആ മകനെ പോലെ തന്നെ സ്വഭാവമാകട്ടെ. യേശുബ്രാൻ രണ്ടാമത് വരുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ തന്നെ നമ്മെ കാണും. അവർക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റുമോ? പിന്നെ നമുക്ക് പറ്റില്ല. അതിനെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ തന്നേക്കണേ. ആ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ തന്നെയാക്കും. എല്ലാവരും അങ്ങനെ ആക്കട്ടെ. ഇന്നത്തെ മനോഹരമായ വീഡിയോ മുടിയുടെ ആട്ടോ. മുടി ഇങ്ങനെ ട്രീറ്റ് ഈ വെക്കേഷനൊക്കെ ആയ കാരണം ഒത്തിരി പേര് മുടി ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുടിയുടെ ഹെയർ കരാട്ടിനും ഹെയർ ലാക്സിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുടിയുടെ അത് ഏത് ചെയ്യണമെന്ന് ഒരുമാതിരി ഒത്തിരി ഫ്രസ്സിയും ഒത്തിരി പ്രാവശ്യം ഹെയർ ലാക്സിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണം മുടി. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാലും കരാട്ടിനായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ വൈറ്റ് ഹെയർ വന്നു കളർ ചെയ്യണ മുടിയിലൊക്കെ കൊണ്ടുപോയി ഹെയർ ലാക്സിങ്ങോ സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്താൽ കെമിക്കലങ്ങ് ചെല്ലുമ്പോൾ ഫ്രസ്സി ആകുമോ. നമുക്ക് ഈ മുടി ഇങ്ങനെ ചെയ്യണ എന്തിനാ, സോഫ്റ്റായിട്ട് ഗ്ലാമറി നടക്കാനാണ്. അപ്പോൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ മുടിക്കൊരു കവറിങ്ങേ ഉള്ളൂ, അതിനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് വാഷ്ഡ് ഔട്ട് ഓർഗാനിക്കാണ്, കഴുകി പോകും. ഹെയർ ലാക്സിങ് സ്മൂത്തനിങ് എന്നൊക്കെ പറഞ്ഞാൽ മുടിയുടെ ടെക്സ്ചറിനെ മാറ്റുക, അതിൻ്റെ ആ നടുവങ്ങ് ഒടിച്ചിടുക. പിന്നെ അത് പൊങ്ങൂല, അതങ്ങനെ കിടക്കും, ആ ഷേപ്പ് അങ്ങനെ കിടക്കും. കരാട്ടിൻ പിന്നെ പഴയ മോഡലിലേക്ക് വരും, കുറേ കഴുകി അങ്ങ് പോവും. അപ്പോൾ ഓർഗാനിക്കാണ് ഓർത്തുകൊണ്ട് സ്മൂത്തനിങ് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല, വലിയ കെമിക്കലൊന്നുമില്ല. സോപ്പ് പേസ്റ്റ് പോലെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ആരുടെ മുടിയൊന്നും പോകില്ല. അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചിന്തിക്കേണ്ട.
നമുക്കുടെ മുടി പോണതിൻ്റെ റീസൺ നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കും. മുടി പോകണമെങ്കിൽ D3 കുറവുണ്ടോ, മൾട്ടി വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് മുടീനെ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എപ്പോഴും ഫേഷ്യലുകൾ നമ്മൾ നോക്കുക, ഫേഷ്യൽ ചെയ്യുക, അങ്ങനെ ആരോഗ്യ പരിപാലനമൊക്കെ നിങ്ങൾ നോക്കുക. മുട്ട കഴിക്കുക, പാൽ കുടിക്കാൻ ഞാനിപ്പോൾ പറയാറില്ല, എനിക്ക് പാൽ കുടിക്കാൻ മുട്ട എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഇലക്കറി പച്ചക്കറിയൊക്കെ നിങ്ങൾ തന്നെ ഓർത്തുക്കോ. ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് വരുമെങ്കിൽ എനിക്കൊന്ന് വെള്ളം കുടിക്കണമെന്നില്ല, ആ പരവേശമൊക്കെ മാറും നമ്മുടെ ഉള്ളിലത്തെ. അതുപോലെ ഫാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് കഴിച്ചോട്ടെ, അങ്ങനത്തെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടതായപ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് ചെല്ലുമ്പോൾ അലർജി അങ്ങനെ. അപ്പോൾ ആരോഗ്യമുള്ള പ്രായത്തിൽ തിന്നാൻ പറ്റുന്ന സമയത്തെല്ലാം തിന്നുകയും നടക്കാൻ പറ്റുന്ന സമയത്ത് നടക്കുകയും പ്രാർത്ഥിക്കാൻ കുഞ്ഞിലേ മുതലും ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും കഷ്ടപ്പാടും കഷ്ടകാലവും വരുമ്പോഴല്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് അന്നേരം പൊക്കോട്ടെ, വേറെ ഒരിടത്തും ഇല്ല അന്നേരം പോകാൻ. ആരോഗ്യമുള്ളപ്പോൾ സന്തോഷമുള്ളപ്പോൾ ദൈവസാന്നിധ്യം നടക്കും. അപ്പോൾ ആ സന്തോഷവും ആരോഗ്യം എപ്പോഴും കിട്ടും. ഇതിനെ കഷ്ടപ്പാടിലേക്ക് നമ്മൾ പോകണേ. അപ്പോൾ എല്ലാവരെയും യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോസ് കാണട്ടോ. ശരി എന്ന്. ഹലോ, ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പോൾ ഈ മുടിക്ക് തിക്നെസ് ഒക്കെ ഉണ്ട്, മുടി ഊരണുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ മുടി ഊരണേന് എപ്പോഴും ഹെയർ ട്രീറ്റ്മെൻറ്റ് മുടി ഊരാൻ വേണ്ടിയല്ല കേട്ടോ. ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുടീനെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നും നമുക്ക് മുടി ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇഷ്ടമല്ലായിരിക്കും, എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമല്ലോ. അപ്പം മുടി ഈ ചുരുളിമ മാറാനാണ്. കൊച്ചിന് ഈ ചുരുളിമ ഇഷ്ടമല്ല, അതല്ലാണ്ട് മടക്കി കെട്ടി ഇവിടെ മാത്രം ഞാൻ ചുരുണ്ട് തന്നെയാണ്. ഞാൻ ഒരു തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുടി കൂടുന്നതിന് നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, സിങ്കോവൈറ്റ് കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ബയോട്ടിൻ കഴിക്കുക, D3 ടെസ്റ്റ് ചെയ്യുക, നമുക്കുടെ ഹെൽത്ത് കറക്റ്റ് ആക്കുക. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി പോവില്ല, മുടി ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണെന്നട്ടെ, അത് കഴിഞ്ഞ് ആഫ്റ്റർ കെയർ സൂപ്പർ സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ ഈ വിറ്റാമിൻ ഗുളിക കഴിക്കുമല്ലേ, അത് കാരണം മുടി ഉണ്ടാകണം. അല്ലാണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് മുടി ഉണ്ടാകണം, നിങ്ങളുടെ ആഫ്റ്റർ കെയറിൻ്റെ റിസൾട്ടാണ് മുടി ഉണ്ടാകുന്നത് എല്ലാവർക്കും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ കൊച്ചിന് ഒന്ന് വേറൊരു സ്റ്റൈലിലേക്ക് ആക്കണം. അപ്പോൾ നമുക്കത് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണാം. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നില്ലോ, എന്ത് രസമായെന്ന് പറയാം. ആൾ മാറിയ പോലെയായി, ഫ്രണ്ടൊക്കെ ഇങ്ങനെ മോഡേൺ നല്ല രസമായി. ബാക്കിൽ നിന്ന് തന്നെ കാണുള്ളൂ, ശരിക്കും ഫ്രണ്ട് കാണിക്കേണ്ടായിരുന്നു. ഒരാൾക്കെടുത്ത് ചേഞ്ചായി. ഇനി മുടിയൊന്നും നീക്കണ്ടപ്പം ഇത്രയൊക്കെ മതി, കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം ഇനി മുടിയൊന്നും നീക്കണ്ടാവും. പിന്നെ ഷോർട്ടാണെങ്കിലേ ഷാമ്പൂ ഇതുമൊക്കെ കുറച്ച് മതി. എൻ്റെ തടി കാരണം, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി അവിടെ എനിക്കിഷ്ടമാണ്, കുറച്ച് തടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടം കേട്ടോ. കുഞ്ഞ് പറഞ്ഞിട്ടോ, എൻ്റെ പെങ്കൊച്ച് പറഞ്ഞിട്ടോ, അവർക്ക് തൈലൻഡ് ടൂർ പോകും, അപ്പം ഇങ്ങനെ വെട്ടണം. ഞാനും പറയുന്നത് കുറച്ചുകൂടെ അങ്ങനെ വെട്ടാൻ പെട്ടെന്ന് നെല്ലൂതോ, പിന്നെ പല പല ഫാഷനിലാക്കാമല്ലോ. അതിന് മനുഷ്യർ മുടി വെട്ടിയാൽ പോയി, എല്ലാം പോയി പോകും. പണ്ടൊക്കെ എന്ത് ബഹളാന്ന് വെച്ചാൽ നീളം പോയാൽ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ തല്ലാൻ വരെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് ചെന്ന ബോധമായി, മുടി പെട്ടെന്ന് വളരും. നഖവും മുടിയൊക്കെ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് പെട്ടെന്ന് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം കൊണ്ട് നഖം പിന്നെയൊക്കെ വളരുന്നല്ലേ പറയണം എത്ര. അപ്പോൾ അതുപോലെ അതിൻ്റെ പ്രൊസീജിയർ ആരോഗ്യം നമ്മളൊന്നും ചെയ്യേണ്ട വളർന്നേ. പിന്നെ ചെയ്യേണ്ടത് നല്ല ഫുഡ് കഴിക്കണം, അല്ലാണ്ട് മുടി വെട്ടി അപ്പോൾ ആണിയുടെ മുടി പിന്നെ ഉണ്ടാകുന്നില്ല. അയ്യോ, ഇവിടെ പണ്ടത്തെ കാലത്ത് മുടി വെട്ടുമ്പോൾ ഇച്ചിരി മുടി നേരിപ്പോയാൽ എൻ്റെ പൊന്നെ അത് എന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ എന്നാ വീട്ടിലങ്ങളാണ്. ചിലർ പറയും എന്നാ പണ്ട് ആരോ മുടി വെട്ടിയതാ, അന്നിങ്ങനെ മുടി വളർന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കൊണ്ട് മുടി വെട്ടിക്കും. ഞാൻ മുടി വെട്ടിയാൽ വളരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിടയ്ക്ക് എനിക്ക് അതാകുന്നത് ഇപ്പോൾ ചുമ്മാ വീട്ടിലല്ലേ അങ്ങനെ പറയുന്നവരെ ഞാൻ വെട്ടിക്കൊടുക്കാറില്ല കേട്ടോ. അവരുടെ വിശ്വാസം കൊണ്ട് അങ്ങനെയാണ്. അല്ലാണ്ട് ഒരാൾ മുടി വെട്ടിയാലേ ഞാൻ വളരാനോ വല്ല നല്ലത് തിന്നാലേ മുടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആഫ്റ്റർ കെയർ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഇത് ബയോട്ടിൻ, സിങ്കോവൈറ്റ് ഒക്കെ കഴിക്കുക. മുടിക്കത് ഒത്തിരി നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ഹെൽത്ത് നമുക്ക് വേണ്ടേ? നിങ്ങളുടെ ഹെൽത്താട്ടോ മക്കളുടെ അസറ്റ്, നാടിൻ്റെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്. നമ്മുടെ എല്ലാവരും ആരോഗ്യമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ടു. മോഹൻ കാണിക്കണോ? നല്ലത് ഇത്. അപ്പോൾ ശരി. എന്താ ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. കഴിഞ്ഞ ഡിസംബറിൽ ഹെയർ ലാക്സിങ് ചെയ്താൽ ഇത് നോക്കിയാൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഫ്രണ്ട് മാത്രം ഒരു ചെറിയ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ ഒന്നും ഒരു ചേഞ്ച് ചെയ്യില്ല. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്നില്ലേ? ഇപ്പം യൂസ് ചെയ്യണ്ടോ?
ഞാൻ പേടിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. ആഫ്റ്റർ കെയർ യൂസ് ചെയ്തതിൽ ഒരു പ്രയോജനമില്ല ഇത് ചെയ്തിട്ട്. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം എൻ്റെ കടയിൽ ചെയ്യാൻ വന്നാൽ മതി, വേറെ ഒന്നുമായിട്ടില്ല. അത് ചെയ്തിട്ട് റിസൾട്ട് ഗുണം കിട്ടുകയുള്ളൂ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് മുടീനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുക. പക്ഷേ അതിൻ്റെ അടുത്ത ഗുഡ് റിസൾട്ട് കിട്ടണമെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്യണം, അല്ലാത്തവർക്ക് ആ ഗുഡ് റിസൾട്ട് കിട്ടില്ല. ഈ മുടി ഇച്ചിരി ഡ്രൈ ആയാലും ഇവിടെ അങ്ങനെ ഡ്രൈ വരില്ല ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ. ആഴ്ചയിൽ എത്ര പ്രാവശ്യം ആഫ്റ്റർ കെയർ? പക്ഷെ എനിക്കിങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ മുടി എനിക്കറിയാം ഇങ്ങനെ ഒഴിയിച്ചാടും. കൊച്ചിന് പ്രായം കുറഞ്ഞ കൊച്ചല്ലേ, അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്യണ്ടോ. എല്ലാവരും പിശുക്കിക്കൊണ്ടിരിക്കരുത്, അതിൻ്റെ വില നോക്കിക്കൊണ്ടിരിക്കരുത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വിലയുണ്ട്, തലയിട്ട് നമുക്ക് വെള്ളം നോക്കാറുണ്ടല്ലോ. അപ്പോൾ ആഫ്റ്റർ കെയർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കറി വെക്കണ എണ്ണയൊക്കെ തേച്ച് നമുക്കന്ന് അത്രയൊക്കെ അറിയാവുന്നുള്ളൂ. അപ്പം കുഴപ്പമില്ലായിരുന്നു ഈ ഒട്ടിച്ചിങ്ങനെ. ബാക്കി എല്ലാവരും പുറത്തുള്ള ഇപ്പം ട്രീറ്റ്മെൻ്റ് എല്ലാം പുറത്തുനിന്നല്ലേ, മേക്ക് ഓവർ ഇതെല്ലാം വന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അവരുടെ ആ സ്റ്റൈൽ അനുസരിച്ച് ഹെയർ സിറം അത് ഇതൊക്കെ യൂസ് ചെയ്താണ്. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ആ മുടിക്ക് നല്ല സ്റ്റൈലിൽ കിടന്നോളും. അൾട്ടിവിറ്റാമിൻ കഴിക്കണ്ടോ? അപ്പം ഡീപ്പിയൊക്കെ നോക്കിയതാണോ? കൊച്ചെല്ലാം കഴിയാൻ എൻ്റെ വഴക്കെ കാണിക്കാനായി കൊച്ചെല്ലാം അനുസരണയോടുകൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇല്ലാതെ മനോഹരമാകുന്ന കാഴ്ച കാണാം. ഇത് കണ്ടോ, ഇവിടെ മര ഉള്ള് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും വളർന്നു കൊച്ചിൻ്റെ. വളർന്നേടൊക്കെ നല്ല തിക്കായിട്ട് വന്നേക്കണുണ്ടോ? ആദ്യത്തെ തുണയല്ലേ കൊച്ചു ചെയ്യണേ? രണ്ടാമത്തെ പ്രാവശ്യം. ഇത് കണ്ടോ, പണ്ടത്തെ മുടിയുടെ ഉള്ളും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മുടി ഉണ്ടാവുകയാണോ ഇല്ലാണ്ടാവുകയാണോ നോക്കുക. ഇത് കണ്ടോ, നല്ല ആവശ്യത്തിന് തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. നിറച്ച് തിക്നെസ് ഉണ്ട്. ഇത്രയും മുടി എല്ലാവർക്കും ഒക്കെ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞാൽ എന്ത് രസമായില്ലേ? ആദ്യം കണ്ട മുടിയാണോ നോക്കി. 8 മാസം, ഇനിയിപ്പോൾ ഒരു 5-8 മാസത്തോളം സുഖ വഴിയായിട്ട് ഇങ്ങനെ നടക്കാം. അതൊരു വലിയ ഇതാട്ടോ. നമുക്ക് വർഷത്തിലൊരു 2 പ്രാവശ്യമൊക്കെ ഹെയർ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ചീകണ്ട പിടിക്കണ്ട. എന്നാൽ തന്നെ ചീകണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാനും അങ്ങനെയാണ് ചീകണം എന്നാട്ടോ പറയണത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ചീകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. പണ്ട് പേനുള്ളപ്പോൾ എപ്പോഴും പേൻ ചീകലല്ലായിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അമക്കി കൊടുക്കണേ. ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് മസാജ് ചെയ്യണേ. ഫ്രണ്ടിൽ എല്ലാവർക്കും മുടി കുറവല്ലേ, അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടൊക്കെ ഇരുന്ന് കൈ ഇങ്ങനെ തലയിൽ നമ്മുടെ കൈ തന്നെ അത് ചീപ്പിനേക്കാളും നല്ലതായി ഇങ്ങനെ മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് മുടി ഉണ്ടാവും എന്ന് പറയണേ. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ 10 ദിവസം ചിലവില്ല, നമുക്കടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം തല മൊത്തം ഒന്ന് മസാജ് ചെയ്യുക. അങ്ങനെ ഉപദേശിക്കുന്നത് ഞാൻ എന്നിട്ട് മറന്നു നല്ലതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളത് ട്രെയിൻ ചെയ്യണം. ഈ യോഗയൊക്കെ കുഞ്ഞിലേ മുതൽ ഇപ്പോൾ സ്കൂളുകളിൽ കമ്പൽസറി ആക്കുമല്ലേ, സ്വിമ്മിങ് യോഗയൊക്കെ. ഞാൻ പറയുന്നത് എന്ത് നന്നായി ഇപ്പോൾ യോഗ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഒരാഴ്ച ചെയ്യാൻ പിന്നെ പറ്റൂല. പക്ഷെ നമ്മൾ പല്ല് തേക്കാൻ ഇരിക്കണ്ടോ. അപ്പം നമ്മളത് ചെറുപ്പത്തിലെ മുതൽ ട്രെയിൻ ചെയ്ത എല്ലാം ഓക്കെ ആവും. നമ്മളത് ചെയ്യാണ്ടിരിക്കില്ല. അപ്പം എല്ലാം നമ്മളത് ട്രെയിൻ ചെയ്യുക, മസാജ് ചെയ്യുക എന്നും തലാന്നൊക്കെ ഓർത്തേ. അപ്പം മുടി വളരാൻ എല്ലാവർക്കും പുതിയല്ലേ. മുടി വളരാനുള്ള ഏറ്റവും വലിയ സംഭവമാട്ടോ. ഒന്ന് മൊത്തം നമുക്ക് തലയ്ക്കും നല്ലതാണ്, ഒന്ന് മസാജ് ചെയ്യുക. അപ്പം ഈ മുടി അതീവ മനോഹരമായില്ലേ നോക്കിയത്. ഇപ്പോൾ കൊച്ചിന് മുടിയില്ലെന്ന് പറയാം, വേണ്ട മുടിയായി. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ അത്രയും മുടിയായല്ലോ. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും വല്ല വെച്ച് അകത്ത് വെച്ചിട്ടാണോ നിങ്ങൾ ഇത്ര ഉള്ളൊക്കെ വന്ന് ഇങ്ങനെയാന്ന്. ഇതേ അപ്പം ഇനി കൊച്ചറ്റം വെട്ടണമെന്ന് വേണ്ട. എൻ്റെ അഭിപ്രായം ഇതൊക്കെ വെട്ടി ഈ അറ്റത്തെ ഈ ഔഷധം പിടിച്ച മുടികളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചിനെ പക്ഷെ കുറച്ച് നീണ്ട് കാണണം. നല്ലതാട്ടെ. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ കൊതിയല്ലേ. അപ്പോൾ ഇങ്ങനെ വണ്ണം പൊക്കമുള്ളവർക്കൊക്കെ ഇച്ചിരി മുടി നീണ്ടത് എനിക്കിഷ്ടാട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. നമ്മളെ ചെയ്ത് ഇഷ്ടപ്പെട്ടോ. അപ്പം ചെയ്തത് കൊച്ചിന് ആദ്യം ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടാണ് കൊച്ചിന് രണ്ടാമത് വന്നത്. നമ്മൾ ഒരാൾ രണ്ടാമത് ഞങ്ങളെ തേടി വരുമ്പോൾ നമുക്ക് സന്തോഷം കേട്ടോ. ആദ്യത്തേതിലല്ല, അവർക്ക് ആ റിസൾട്ടും അവരാ നമ്മൾ പറയണതൊക്കെ ഇങ്ങനെ നമ്മളെ ഒരു വിശ്വാസമായിട്ടാണ് രണ്ടാമത്തെ വരവ്. ആദ്യത്തെ വരവെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വീഡിയോ ഇതൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ രണ്ടാമത് നമ്മൾ ഇത് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുന്നവരെ ചെയ്യുന്നവരുടെ വീഡിയോ ഇങ്ങനെ പിടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യസമേതം പോലെ ഹെയർ മേക്ക് ഓവർ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇതൊക്കെ ചെയ്യണമെന്ന് നാട്ടുകാരെ കാണിക്കാനില്ല, നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നല്ലതാണെന്നറിയാം. നമ്മളെ സ്നേഹിക്കാനുള്ളൂ. നമ്മളെ സ്നേഹിക്കണം. കാരണം യേശുബ്രാൻ വസിക്കണം വിശുദ്ധ മന്ദിരാണ്. നമ്മളെ സ്നേഹിക്കണ്ടേ, എല്ലാം നോക്കണ്ടേ, ആരോഗ്യം നോക്കണ്ടേ, ആരോഗ്യ കുടുംബത്തിൻ്റെ അസറ്റ്. നമ്മളൊക്കെ നന്നായിട്ട് നല്ല ഡ്രസ്സും ചെയ്ത് നന്നായിട്ട് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് എന്ത് മാനസിക സന്തോഷമുണ്ട്. മനസ്സിന് സന്തോഷം വേണ്ടേ, അല്ലാണ്ട് ബാക്കി മാത്രം ഇങ്ങനെ പോരല്ലോ. അപ്പോൾ മനസ്സിൻ്റെ സന്തോഷം ഏറ്റവും വലുത്.
അപ്പോൾ അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. എല്ലാവരും സൂപ്പർ സ്റ്റാറായിട്ട് നടക്കുമ്പോൾ നമ്മൾ മാത്രം അതൊന്നും എനിക്കിത് അങ്ങനെയല്ല. അതൊക്കെ ആ ഒപ്പം ഓടിയാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാവുന്നവരെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇത് ഹെയർ റിലാക്സിങ് ചെയ്യാനാട്ടോ. അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി നാളായി ചെയ്തിട്ട് അറ്റത്തേട്ടൊക്കെ ചെയ്ത മുടി കിടപ്പുണ്ട്. അപ്പോൾ ഇത് അതിമനോഹരമായിട്ട് ചെയ്യണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അപ്പം ഇതേ പരസ്യത്തിൽ വരണം പോലെ നല്ല ഉള്ളൊക്കെയുള്ള മുടിയാണ്. നേരത്തെ ഇവിടെ ചെയ്തിട്ട് പോയതാണ്. ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ മുടിയുടെ ഒരു സൗന്ദര്യം കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടന്നിട്ടൊരു ഭംഗിയില്ല. ഇനി ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സൗന്ദര്യം ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അത് അതിമനോഹരമായിട്ട് യേശുവിൻ്റെ കൃപയാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം ചെയ്യാൻ വന്നേരം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ മേക്ക് ഓവർ ഒരു മുക്കാലുമായി. നമുക്കത് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ഒന്നുമില്ല, മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ഹെയർ മേക്ക് ഓവർ നമ്മളെ ആൾ മാറിയ പോലെ ആക്കും. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരിയെന്ന് ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ റിലാക്സിങ് ആയിട്ട് ചെയ്തേക്കണേ. 1-2 പ്രാവശ്യം ഹെയർ റിലാക്സിങ് ചെയ്ത് ഇനി അടുത്ത പ്രാവശ്യം കരാട്ടും ചെയ്യണം കേട്ടോ. നല്ല മുടിക്കൊരു അടുപ്പിച്ച് ഹെയർ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്, ഷോസ്കോഫിൻ്റെ. പക്ഷെ കെമിക്കൽ എന്ന് പറയുമ്പോൾ പേടിച്ച് ഞെട്ടൊന്നും വേണ്ട. സോപ്പും പേസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ 3/4 സാധനം കെമിക്കലൊക്കെ യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക, അതെല്ലാം കെമിക്കലാണല്ലോ. അപ്പം അങ്ങനെ പേടിക്കാനുള്ള കെമിക്കലല്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു കരാട്ടിനോടെ ചെയ്യണം, അല്ലെങ്കിൽ മുടിക്ക് ഇങ്ങനെ ഡ്രൈനെസ് ഒക്കെ വരും. ഇതിപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഇത് കണ്ടോ, നമ്മൾ പരസ്യത്തിലല്ലേ ഇങ്ങനെ മുടി കാണണേ. അപ്പം നമ്മുടെ മുടിയൊക്കെ ദൈവം തന്നതൊക്കെ പരസ്യത്തിൽ കാണുന്നേക്കാളും മനോഹരമായിട്ട് നമുക്കിങ്ങനെ ഇത് കണ്ടോ. ഈ എവിടെ പോയാലും ഇങ്ങനെ ഒന്നും കാണിക്കണ്ട, അതേ കഴുകി ചുമ്മാ ഡ്രയർ വെച്ച് ഉണക്കിയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ കിടന്നോളൂ. ഇതിങ്ങനെ പഠിച്ചാൽ നമുക്ക് പിന്നെ മുടി ചെയ്യാണ്ട്. ഇപ്പം എൻ്റെ മുടി ചെയ്യാറായിട്ട് എൻ്റെ മോച്ചായേ മാറിപ്പോയി ചെയ്യാണ്ടിരുന്നിട്ട്. അയ്യോ, കുളിച്ച് കഴിഞ്ഞാൽ അപ്പം ഇവിടെ വന്ന് 2 പേരും നയം ചെയ്ത് ശരിയാക്കുക. ഉടനെ ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് നിങ്ങൾ ഓർക്കരുത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകണോ അങ്ങനെയൊക്കെ പലതും ആലോചിച്ചുകൊണ്ടാണ്. ആയുർവേദം പോകണം മടി പിടിച്ചിട്ട് ഇപ്പോൾ ഹോമിയോ പോയില്ല. ചിലപ്പോൾ മിക്കവാറും എനിക്ക് മുടി ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ വല്ല അവർ എണ്ണയൊക്കെ തേച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് കണ്ടല്ലോ മോളെ, ഇഷ്ടപ്പെട്ടോ? ഈ പിള്ളേരൊക്കെ എൻ്റെ സ്വന്തം പിള്ളേരാണ്. നേരത്തെ മുതൽ നമുക്ക് കണക്ഷനുള്ള പിള്ളേരാണ്. അപ്പോൾ യേശുബ്രാൻ്റെ കൃപയാൽ ഇങ്ങനെ അവരൊക്കെ ഉള്ള കാരണമാണ് ഞാൻ ജീവിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയില്ലേ, സ്വർണ്ണക്കടയിൽ വന്നില്ല, ഇപ്പം കൂടെ വലിച്ചോണ്ട് പോകാൻ പോവാ. ഇവരൊക്കെ വന്നില്ല, പിന്നെ ഞാൻ അവരെയൊക്കെ കണ്ടോടെ കടതോടെ കേൾക്കണത്. എനിക്ക് ഒത്തിരി പരിചയമുണ്ടല്ലോ. അല്ലാണ്ടൊരു സ്വർണ്ണക്കട എന്ന് പറഞ്ഞ ഒരു വിശ്വസ്തത വന്നാലേ ആൾക്കാർ കയറുള്ളൂ. നമുക്ക് യേശുവിൻ്റെ കൃപയാൽ എല്ലാവരും പറഞ്ഞാൽ പുതിയ കട തുടങ്ങിയിട്ട് ഈ ലൈറ്റ് വെയിറ്റിൽ ഇത്രയും വെയിറ്റ് വിറ്റെന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതമാണെന്ന് എല്ലാവരും പറയണേ. അപ്പോൾ എല്ലാവരുടെയും ആ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ എവിടെയൊന്ന് കൊണ്ട് സ്കീമിനൊക്കെ ചേർക്കണം. ഇങ്ങനെ പല പദ്ധതി മനസ്സിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എവിടെ എന്നാ പറഞ്ഞതെന്നറിയാൻ പാടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം മുടി ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് പോരുക. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇത് കൃത്യം 6-7 മാസം ആകുമ്പോൾ അടിക്കാൻ താമസം വന്നാൽ ആഫ്റ്റർ കെയർ നിർത്തരുത് കേട്ടോ നിങ്ങൾ. കാരണം നമ്മളിപ്പോൾ എണ്ണ തേക്കണില്ല, ആഫ്റ്റർ കെയർ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ മുടിക്ക് ഗ്ലാമർ കിട്ടില്ല. മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ കാരണം നമ്മുടെ ഹെൽത്ത് മക്കളുടെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. അപ്പം ശരി എന്നാൽ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ.